ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇത് എം ഡോട്ട് ഈക്വൽ ടു റോ എ സി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, എം ഡോട്ട് ബൈ എ ഈക്വൽ ടു എന്ത് വരും, റോ സി എന്ന് വരും. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയി സ്ഥിതിക്ക് എം ഡോട്ട് ബൈ എ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ റോ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റോ സിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം ജി, എം ഡോട്ട് എ ബൈ എനെ ജി എന്ന് വിളിക്കാം, അതായത് ജി ഈക്വൽ ടു എം ഡോട്ട് ബൈ എ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജി ഈക്വൽ ടു റോ സി നമുക്ക് വിളിക്കാം. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക, അപ്പോൾ എൽ എൻ ലോഗ് ജി ഈക്വൽ ടു എൽ എൻ റോ പ്ലസ് എൽ എൻ സി എന്ന് കിട്ടും. രണ്ട് സൈഡും ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ജി ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എൽ എൻ ജി എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, അപ്പം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 വരും. ഇതിൻ്റെ എന്ത് വരും, ലോഗ് ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്കറിയാമല്ലോ ലോഗ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x dx, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് അല്ല, ഡി ഓഫ് ലോഗ് എക്സ് 1/x dx, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x. അപ്പോൾ ഈ ഡി ബൈ എക്സ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഡി ഓഫ് എൽ എൻ എക്സ് ഈക്വൽ ടു 1/x dx എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, വെറുതെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണുള്ളൂ, ഡി ബൈ ഡി എക്സ് എന്ന് പറയണില്ലേ. അപ്പോൾ എന്ത് വരും, എൽ എൻ്റെ വരുമ്പോൾ 1/ρ ഡി റോ എന്ന് വരും. അതുപോലെ സീന് എന്ത് വരും, 1/c ഡി സി എന്ന് വരും. ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയില്ലേ. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ ഡി റോ ബൈ റോ പ്ലസ് ഡി സി ബൈ സി എന്ന് എഴുതാം ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്നും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെ ഇപ്പുറത്തെ അടി കൊണ്ടുവരികയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മൈനസ് ഡി സി ബൈ സി ഈക്വൽ ടു ഡി റോ ബൈ റോ, അല്ലെങ്കിൽ ഡി റോ ബൈ ഡി റോ ബൈ റോ ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഡി സി ബൈ സി എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, മുകളിലടിയിലും ഒരു അല്ലെങ്കിൽ മുകളിലടിയിലും ഇതല്ല, നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഈ ഡി ഓഫ് സി സ്ക്വയർ ചെയ്ത് എന്ത് വരും, 2c ഡി സി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ എന്ത് 2c സ്ക്വയറിന് ഡിവൈഡ് രണ്ട് സൈഡിലും. അപ്പോൾ എന്ത് വരും, ഡി സി സ്ക്വയർ ബൈ 2c സ്ക്വയർ ഈക്വൽ ടു 2c ഡി സി ബൈ 2c സ്ക്വയർ. അപ്പോൾ എന്ത് വരും, ഇത് വെട്ടിപ്പോയിട്ട് ഈ സിയും വെട്ടിപ്പോയിട്ട് ഡി സി ബൈ സി വരും. അപ്പോൾ ഇത് ഇവിടെ എന്ത് വരും, ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡി സി ബൈ സി. അപ്പോൾ ഡി സി ബൈ സിക്ക് പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സംഭവം എഴുതാൻ പറ്റും. അപ്പോൾ മൈനസ് ഹാഫ് ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി നമ്മളിതിൻ്റെ എന്താണ് അടുത്തതെന്ന് പറയുന്നത് ഡി റോ ബൈ റോ. അപ്പോൾ ഡി സി ബൈ സിക്ക് ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടി, ഡി റോ ബൈ റോക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് കിട്ടിയില്ലേ. ഇനി ഡി റോ ബൈ റോനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇതാക്കാണ്, ഡി റോ ബൈ റോനെ കിട്ടാൻ വേണ്ടിയിട്ട് ഡി റോ ബൈ റോ അല്ല, നമ്മൾ ഡി പി ബൈ പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പീനെ കിട്ടാൻ വേണ്ടിയിട്ട്, പിയുടെ ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് പിയുടെ കിട്ടാൻ വേണ്ടിയിട്ട് പി ബൈ
പി ഈക്വൽ ടു റോ ആർ ടി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡൂയിങ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാം ബോത്ത് സൈഡിൽ. അപ്പോൾ എന്ത് വരും, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേറെ ഒന്നല്ല, ടേക്ക് ലോഗ് ദെൻ ഡിഫറൻഷിയേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് സൈഡായിരുന്നു എന്ത് ചെയ്യുക, ലോഗ് നാച്ചുറൽ ലോഗ് എടുത്താൽ മതി, ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ln p ഈക്വൽ ടു ln റോ ആർ ടി. ln റോ ആർ ടി എന്തൊരു ln റോ പ്ലസ് ln ആർ പ്ലസ് ln ടി. അപ്പോൾ ln p ഈക്വൽ ടു ഇനി എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ഇത് വരും 1/p dp ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും കേട്ടോ. അപ്പോൾ ഇത് 0 ആണ്. ഇത് വരും dt dp/p അപ്പോൾ dp/p ഈക്വൽ ടു d റോ ബൈ റോ പ്ലസ് dt/t. ഇത് നമുക്ക് ആവശ്യം വരും ഒട്ടിക്കിട്ട്. ഇനി നമ്മൾ m ഈക്വൽ ടു c/n ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ ഈ എക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റൂട്ട് ഓഫ് ഗാമ ആർ ടി എന്ന് അറിയാമല്ലോ. എൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ അപ്പോൾ m സ്ക്വയർ എന്ത് വരും, c² ഗാമ ആർ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ നമുക്ക് ചെയ്യാം. ഇതിനാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഡൂയിങ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാം നമുക്ക്. എന്തിനാ ഈ പറഞ്ഞ സംഭവത്തിന്. അപ്പോൾ എന്ത് വരും, ഓഫ് നമ്മൾ എടുത്തറിയണേ, നമ്മൾ മുമ്പ് ഇതിൻ്റെ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് നിങ്ങൾക്ക് വേണ്ടി എടുത്തറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എഴുതണമെന്നുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അത് തൊട്ട് മുമ്പ് ഉണ്ടാവുമല്ലോ മാറ്റി. ഇതിനുവേണ്ടി ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്ത് എന്ത് വരും, m സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും, ln എടുക്കണം. ln എടുത്തതിന് ശേഷമുള്ള കാര്യം പറയുന്നു. അപ്പോൾ വേണമെങ്കിൽ അറിയാൻ വേണ്ടി എഴുതാൻ വേണ്ടി ln ഓഫ് m സ്ക്വയർ, അത് ln എടുക്കാം. ഇത് വരും ln c² മൈനസ് ln a/b എന്ന് പറയുമ്പോൾ ln മൈനസ് എടുക്കാമല്ലോ, മൈനസ് ln ഗാമ റോ ഒരുമിച്ചിരുന്നോട്ടെ, നെഗറ്റീവ് അടിയിലായതുകൊണ്ട് വീണ്ടും മൈനസ് ln t. രണ്ടതിന് ഡിഫറൻഷിയേഷൻ എടുക്കാം. ടേക്ക് ലോഗ് ഡിഫറൻസിയേഷൻ സ്ക്വയർ dm സ്ക്വയർ, രണ്ട് മൈനസ് dm സ്ക്വയർ ഇതൊരു 1/c² dc² മൈനസ് ഇത് 0 ആയിട്ട് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് പ്ലസ് 0 മൈനസ് 1/d dt. ഇപ്പോൾ എന്ത് വരും, dm സ്ക്വയർ ബൈ m സ്ക്വയർ ഈക്വൽ ടു dc²/c² മൈനസ് dt/t. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ നമുക്ക് കിട്ടി. ഇത് നമുക്ക് യൂസിന് വയ്ക്കാം, നമുക്ക് ആവശ്യം വരും, ഭാവിയിൽ ആവശ്യം വരും. ഇനി നമ്മൾ വേണ്ട വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ എഴുതാം. നമുക്ക് ഓൾറെഡി അറിയാം h+c²/2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ രണ്ട് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് വരും, dh ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dh പ്ലസ് രണ്ട് രീതിയിൽ ചെയ്യാം. c²/2നെ ഡെറിവേറ്റീവ് എടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, 2c/dc എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ അതിന് പകരം വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഇതിലൂടെയും യൂസ്ഫുള്ളായിരിക്കും. വേറെ രീതിയിൽ എങ്ങനെ എഴുതാം, c²/2നെ 1/2 c² ഡെറിവേറ്റീവ് 1/2 പുറത്തേക്ക് എടുത്തിട്ട് c² ഡെറിവേറ്റീവ് d ഓഫ് c², ഇങ്ങനെ എഴുതിയാൽ മതി. കൊണ്ട് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിൽ നിന്നും എന്ത് കിട്ടും, ഒരു കാര്യം കൊണ്ട് ചെയ്യാം നമുക്ക്, dh നമുക്ക് എന്ത് ചെയ്യാം, h = cpt എന്ന് ഓൾറെഡി അറിയാം, h = cpt. അപ്പോൾ dh എന്ത് വരും, cp dt വരും. പിന്നെ ഇവിടെ എന്ത് വരും, അത് അവിടെ തന്നെ കിടക്കട്ടെ, ½ dc² = 0.
ഈ സി പിന്നെ എന്ത് ചെയ്യാം, ഗാമ ആർ ബൈ ഗാമ മൈനസ് 1 എഴുതി കൂടെ. അപ്പം അങ്ങനെ എഴുതാം നമുക്ക്. ഇപ്പുറത്തുള്ളത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ഗാമ ആർ ഒരു കാര്യം ചെയ്യാം, ഒരു ടി മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഗാമ ആർ ടി ബൈ ടി ഗാമ മൈനസ് 1 ഇൻറ്റു ടി ഡി ടി. ഇപ്പം മുകളിലൊരു ടി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഹാഫ് ഡി സി സ്ക്വയർ ഇക്വൽ ടു 0. അപ്പോൾ ഗാമ ആർ ടി ഓൾറെഡി ആയ സ്ക്വയറാണ് നമുക്കറിയാം. പിന്നെ ഇവിടെ ഡി ടി ബൈ ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഡി ടി ബൈ ടി പ്ലസ് ഹാഫ് ഡി സ്ക്വയർ ഇക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണത് നമുക്ക് ഓൾറെഡി അറിയാം എം ഈക്വൽ ടു സി ബൈ എ എന്നറിയാം. അപ്പോൾ എ എന്ന് പറഞ്ഞാലോ ഇംപ്ലൈസ് എ ഈക്വൽ ടു ഇങ്ങോട്ട് വരും, സി ബൈ എം അല്ലേ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ കിടക്കുന്നില്ലേ. അപ്പോൾ ഈ എ സ്ക്വയറിന് വരെ എന്ത് ചെയ്യാം നമുക്ക്, സി സ്ക്വയർ ബൈ എം സ്ക്വയർ ഇൻറ്റു ഗാമ മൈനസ് 1 ഡി ടി ബൈ ടി പ്ലസ് ഹാഫ് ഡി സി സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെ ഇത് കുറേ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ബേസിക്സ് കാര്യങ്ങൾ വെച്ച് ഡെറൈവ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവസാനം എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിലേഷൻസ് കിട്ടും ഇൻ ടേംസ് ഓഫ് അപ്പുറത്തെ സൈഡിൽ. അതിന് മാക് നമ്പറിലേക്ക് ആക്കണം അവസാനം. അങ്ങനെ നമുക്ക് കിട്ടുക ഡി എഫ് ബൈ എഫ് കിട്ടും, ഡി എം ബൈ എം കിട്ടും. അങ്ങനെ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട് ഇത്. അപ്പോൾ അതിൽ അവസാനം കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് പൊതുവെ എക്സാമിന് ചോദിക്കാറില്ല, ഇതിൻ്റെ ഡെറിവേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറയാറില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡി സി ബൈ സി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഡി സി ബൈ സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഹാഫ് ഡി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേണ്ടത് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇത് ഡയമീറ്റർ, ഇത് ഫ്രിക്ഷൻ ഫാക്ടർ. ഇനി ഡി റോ ബൈ റോ ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇനി ഡി ടി ബൈ ടി അത് ഡെറിവേഷന് വേണ്ടി വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് മാക് നമ്പറിൽ എത്തിച്ചാണ് ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ ഇൻറ്റു എന്തുണ്ട്, ഇതിലെല്ലാത്തിലും എന്തുണ്ട്, ഒരു ഫ്രിക്ഷൻ ഫാക്ടർ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഡി പി ബൈ പി ഇൻ ടേംസ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു എന്തൊരു ഗാമ എം സ്ക്വയർ 1 പ്ലസ് ഗാമ മൈനസ് 1 എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇനി ഡി പി സീറോ ബൈ പി സീറോ, അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഗാമ എം സ്ക്വയർ ബൈ 2 4f ഡി എക്സ് ബൈ ഡി. അതുപോലെ ഡി എഫ് ഇമ്പൾസ് ഫംഗ്ഷൻ ഡി എഫ് ബൈ എഫ് ഈക്വൽ ടു മൈനസ് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ എം സ്ക്വയർ. ഇവിടെ എന്തുണ്ട്, 4f ഡി എക്സ് ബൈ ഡി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഫർദർ റിലേഷൻസ് ഡിറൈവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, ഡിറൈവ് C2 ബൈ C1 ഈക്വൽ ടു എന്താ വരിക വെച്ചാൽ ഇത് വരിക ഇങ്ങനെയുള്ള റിലേഷൻ. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ബെസ്റ്റ് പറഞ്ഞുതരാം. പൊതുവെ ചോദിക്കാറില്ല. 1 പ്ലസ് ഗാമ മൈനസ് 1. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുക. പിന്നെ 2 സ്ഥിരം ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. റൈസ് ടു 1/2. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വി നോ ഡി സി ബൈ സി ഈക്വൽ ടു ഓൾറെഡി നമുക്ക് അറിയാം 2m സ്ക്വയർ 1 പ്ലസ് ഗാമ മൈനസ് 1/2 ഇത് ഇൻറ്റു എം സ്ക്വയർ ഡി എം സ്ക്വയർ. ഇനി ഇതിൽ നിന്നും ബാക്കി എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ എം ഈക്വൽ ടു 1 ആൻഡ് എം ഈക്വൽ ടു എം. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ ഫർദറായിട്ട് പോവുക. അവസാനം നമുക്ക് ആൻസറിലേക്ക് കിട്ടും. ഓക്കെ.